വലിയൊരു മാസ് പടത്തിൻ്റെ ഇൻട്രഡക്ഷനോ ഇപ്പോൾ നായകൻ വരുന്ന വലിയൊരു ഇൻട്രഡക്ഷൻ ഒന്നും കാണിക്കുന്നില്ല. അത് എന്തായാലും മിതമായിട്ട് എടുത്ത് നല്ലൊരു മാസ് സിനിമ ചെയ്തിട്ടുണ്ട്. നല്ല പടം. ധനുഷും നമ്മുടെ നാഗാർജുനും പിന്നെ വില്ലനായിട്ട് പിന്നെ വെബ് സീരീസ് ചെയ്യുന്നൊരു ജിൻ സർബത്ത് അയാളും നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല വില്ലൻ കഥാപാത്രം അടിപൊളിയായിട്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. നല്ലൊരു പടം. പടം ഇച്ചിരി നീണ്ടുപോയി. ഒരു 2:40 നിർത്താറ് പടം. ഇച്ചിരി 3 മണിക്കൂർ ഇച്ചിരി നീണ്ടുപോയി എന്നുള്ള അഭിപ്രായം കേട്ടോ. രശ്മിക്ക് ഇന്റർവ്യൂ കഴിഞ്ഞാണ് രശ്മിക ഇവിടെ സീനൊക്കെ വരുന്നത്. രശ്മിക നന്നായിട്ടുണ്ട്. വലിയ ഇതൊന്നും രശ്മിക ഇല്ല, കുഴപ്പമില്ല, എന്നാലും നന്നായിട്ടുണ്ട്. ധനുഷ് നല്ല മിതമായിട്ട് അടിപൊളിയായിട്ടും ധനുഷ് ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ രജനി പടങ്ങൾക്ക് ഓർമ്മിപ്പിക്കുമോ? ഇല്ല, ഇത് ഞാൻ പറഞ്ഞു വലിയ മാസമാണ് പടം. എന്നാലും വലിയ നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും വലിയ പാട്ടുകളോ മുകളൊന്നും ഇതിനകത്തില്ല. നല്ലൊരു എൻ്റർടൈനർ ആയിട്ടാണ് ചെയ്യുന്നത്. നല്ലൊരു മാസമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരോബിയും നമ്മളെ ദിനം പ്രതി ഓരോ മനുഷ്യരും ഭിക്ഷക്കാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ തിരഞ്ഞെടുത്ത വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭിക്ഷക്കാരിൽ നിന്നുള്ള ഒരു ദൈവത്തെ സൃഷ്ടിക്കുക. ഇത് തന്നെയാണ് ഈ പടത്തിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാവരും തിയേറ്ററിൽ ഒന്ന് കാണുക. കാരണം നാളെ നമ്മളും ഭിക്ഷപാത്രമായിട്ട് റോഡിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യപ്പെട്ടു. അപ്പോൾ അത് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ട് അത് വിജയിപ്പിക്കുക എന്നുള്ളത് ഈ സിനിമ പ്രവർത്തകരിലായിട്ടുള്ള എല്ലാവർക്കും ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. ഈ സിനിമ എന്തായാലും തിയേറ്ററിൽ വന്ന് കാണുക.